ഞങ്ങൾ നർത്തകരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഈ വിഷുവിന് കിട്ടിയ കൈനീട്ടം എന്ന് തന്നെ പറയാം. ക്ഷേമ ടീച്ചറിന് കിട്ടിയ പത്മശ്രീ അംഗീകാരം. ടീച്ചറിൻ്റെ സ്റ്റുഡൻസ് അല്ലാത്തതായിട്ട് കേരളത്തിലെ നർത്തകർ വളരെ ചുരുക്കമാണ്. അപ്പം ഞങ്ങൾക്കൊക്കെ അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായി കരുതുന്നു. ഓരോരുത്തർക്കും ടീച്ചറുമായിട്ട് വർത്തമാനം പറയുമ്പോൾ അല്ലെങ്കിൽ ടീച്ചറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഓരോരോ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. കൃഷ്ണകുമാർ, എങ്ങനെയാണ് ടീച്ചർ എല്ലാ ദിവസവും ടീച്ചറിൻ്റെ ക്ലാസ്സും എടുക്കാറുണ്ടല്ലോ അല്ലേ കൃഷ്ണകുമാർ? ടീച്ചറിന് പകരമായിട്ട് ടീച്ചറിൻ്റെ സ്റ്റുഡൻസിനും ഒക്കെ പകരമില്ല, അതില്ല ഒരിക്കലും അങ്ങനെയല്ല, അത്രയേ ഉള്ളൂ. ടീച്ചറിനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്, പറയൂ, നമുക്ക് കേൾക്കണം. ഞാൻ ഒരു 12 കൊല്ലക്കാലമായിട്ട് ടീച്ചറുടെ അടുത്ത് തന്നെ എവിടെയും മാറിയിട്ടില്ല, എവിടെ മാറുമെന്ന് തോന്നിയിട്ടുമില്ല. ഇപ്പോൾ കേരളത്തിൽ നിന്ന് കിട്ടാവുന്ന ഗുരുക്കന്മാരിൽ ദ ബെസ്റ്റ് ആണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയായിരിക്കും ടീച്ചറുടെ അടുത്ത് പഠിച്ചിട്ടുള്ള എല്ലാവരുടെയും ഒരു വിശ്വാസം. കൃഷ്ണകുമാർ എങ്ങനെയായിരിക്കും? ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആണോ? കൃഷ്ണകുമാർ നല്ലൊരു സ്റ്റുഡൻ്റാണ്. കൃഷ്ണകുമാറിനെ ഇരുത്തി പറയാൻ പാടില്ല, പക്ഷേ കൃഷ്ണകുമാർ ഒരു നല്ല സ്റ്റുഡൻ്റാണ്. പ്രത്യേകിച്ച് മോഹിനിയാട്ടം ഡാൻസർ എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്ത്രീയെ സങ്കല്പിക്കാൻ പറ്റും. മോഹിനിയാട്ടം ഡാൻസർ എന്ന് പറയുമ്പോൾ ഒരാണ് പെൺവേഷം കെട്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നൊരു സ്റ്റുഡൻറ്റ് പ്രൊഫഷണൽ ലെവലിൽ, പണ്ടൊക്കെ കോമ്പറ്റീഷനൊക്കെ ചെയ്തിരുന്നു, കൃഷ്ണകുമാറും തന്നെയാണ്. ഞാൻ ഒരു ആൺവേഷത്തിൽ തന്നെ ഈ മോഹിനിയാട്ടം എങ്ങനെ ചെയ്യാം എന്നുള്ളത് കാണിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ സ്വയം ഇല്ല, എനിക്ക് സ്ത്രീവേഷം കെട്ടിയിട്ട് തന്നെ ചെയ്യണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. സാധാരണ ഇപ്പോൾ പുതിയ ജനറേഷനിലെ ടീച്ചേഴ്സിന് ഒരുപക്ഷെ സമയക്കുറവ് കൊണ്ടും കൂടെ ആയിരിക്കാം, നമുക്ക് പലപ്പോഴും 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ സമയത്തേക്ക് ക്ലാസ് ഒതുക്കേണ്ട ഒരു ആവശ്യം വരാറുണ്ട്. പക്ഷേ ടീച്ചറിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ക്ലാസ്സിനപ്പുറം വളരെ ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷൻസും ഉണ്ടാവാറുണ്ടല്ലോ അല്ലേ? എങ്ങനെയാണ്? ടീച്ചർ ഒരിക്കലും ടീച്ചറെ കോപ്പി ചെയ്യാൻ പറയാറില്ല. ടീച്ചർ ഒരു എന്തോ ആയിക്കോട്ടെ, ഒരു തീം, ഒരു പെർട്ടിക്കുലർ കഥ, അത് ടീച്ചർ അവതരിപ്പിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ്, ഇനി അപർണ സ്വന്തമായിട്ട് ചെയ്യും, എങ്ങനെയാണ് നോക്കട്ടെ. അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ലല്ലോ. നമ്മളുടെ സ്റ്റുഡൻസിന് പലപ്പോഴും അങ്ങനെ പറഞ്ഞു കൊടുക്കാത്ത കാരണം കൊണ്ടാണ് മുൻപൊക്കെ അങ്ങനെ സാധിക്കാത്തതെന്നുള്ള ഒരു അറിവ് എനിക്കുണ്ടായ കാരണം കൊണ്ടാണ്. പക്ഷേ സിൻസിയറായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ടീച്ചറായിരിക്കണം, അല്ലാതെ പറ്റില്ല. ഞാൻ മാത്രം നന്നായി പോരാ, എന്നെ പോലെ മറ്റുള്ള സ്റ്റുഡൻസും നന്നാവണം. അപ്പോൾ അവർക്കൊരു വഴി നമ്മൾ തെളിയിച്ചു കൊടുക്കണം, എന്നാലേ അവർക്ക് സ്വയം ഒരു ധൈര്യം ഉണ്ടാവുള്ളൂ, ചെയ്യാനായിട്ട് തോന്നുള്ളൂ. ടീച്ചർ എങ്ങനെയാണ് ടീച്ചറിന് കുട്ടികളുടെ ഒരു ടാലൻറ്റ് ടീച്ചറിന് പഠിപ്പിക്കുമ്പോൾ ബോധ്യമായി, അങ്ങനെയാണോ ടീച്ചർ അവർക്ക് ഏറ്റ രീതിയിൽ പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടോ? അങ്ങനെയാണ് ടീച്ചർ ഏറ്റ രീതിയിൽ പഠിപ്പിക്കാറുണ്ട്. അത് ഈ മൂവ്മെൻറ്റ്സുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ ആകാര്യത്തിനനുസരിച്ചുള്ള മൂവ്മെൻറ്റുകളൊക്കെ നമ്മൾ കൈ പിടിക്കുമ്പോൾ കാല് പിടിക്കുമ്പോൾ അരമണ്ടൽ നിൽക്കുമ്പോൾ അവിടെ പോസ്റ്ററിലൊക്കെ ഡിഫക്റ്റുകൾ ഉണ്ടോ നോക്കിയിട്ട് അതനുസരിച്ച് ഇത്ര മതി അത്ര വേണ്ട, കൈ ഇത്ര മടക്കി പിടിക്കാം എന്നൊക്കെ ഒരു ധാരണ ഉണ്ടായിട്ട് അതേപോലെ പറഞ്ഞു കൊടുക്കാറുണ്ട്. 70കളിലുള്ള മോഹിനിയാട്ടം, ആ മോഹിനിയാട്ടത്തിൽ നിന്ന് 80കളിൽ ഇപ്പോൾ ഭാരതി ശിവജിയൊക്കെ ചെയ്ത് വളരെ ഇതായിട്ട് വന്നിട്ടുള്ള ഒരു സമയം. അത് കഴിഞ്ഞിട്ട് 90 ഈ ഒരു സമയത്ത് ഒരു വളരെ ട്രാൻസിഷൻ പീരീഡ് നടന്നിട്ടുണ്ടല്ലോ ടീച്ചർ. അപ്പോൾ ടീച്ചർ ആ സമയത്ത് ചെയ്തിരുന്നതും ഇപ്പോൾ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ടീച്ചറിൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ആശയ രൂപീകരണമൊക്കെ എങ്ങനെയാണ് ടീച്ചർ? പ്രൊഫഷണൽ ഡാൻസേഴ്സ് അധികം ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു അത്. പുറത്ത് ഇപ്പോൾ പ്രോഗ്രാം ചെയ്യാനായിട്ട് ഇൻഡിവിജ്വലായിട്ട് കണ്ട് ആസ്വദിക്കാൻ പോലും നമുക്ക് എന്തായാലും ആസ്വദിക്കാനുള്ള ജനങ്ങൾ പോലും, നമുക്ക് ആസ്വാദകർ പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഈ മോഹിനിയാട്ടത്തിൻ്റെ ചെറിയ ഡെവലപ്മെൻറ്റുകളൊക്കെ നടന്നിരിക്കുന്നത്. അപ്പം ഞാനൊക്കെ കോഴ്സ് കഴിയുന്ന സമയത്ത് പോലും മോഹിനിയാട്ടം മാത്രമായിട്ടുള്ളൊരു പ്രോഗ്രാം ചെയ്തിട്ടില്ല. ശരിക്കും ഞാൻ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം ഇത് മിക്സ് ചെയ്ത്, മോസ്റ്റ്ലി ഞാൻ ഭരതനാട്യം കുച്ചിപ്പുടിയാണ് ചെയ്തത്. മോഹിനിയാട്ടമൊക്കെ അതിൻ്റെ ഇടയിൽ ചെയ്യാറുള്ളൂ. അങ്ങനെയാണ് നമ്മൾ മോഹിനിയാട്ടം ചെയ്തിരുന്നത്. മാത്രമല്ല ടീച്ചർ അന്ന് പറയുണ്ടായി, ഞാനൊക്കെ പഠിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, അതായത് ഓഡിയൻസിൻ്റെ ലെവലിലും ഇതാണ് മോഹിനിയാട്ടം എന്നുള്ളൊരു കോൺസെപ്റ്റ്, ഒരു പ്രീ കോൺസെപ്റ്റ് ഉണ്ട്. അതായത് അധികം രൗദ്രം പാടില്ല. അപ്പോൾ ടീച്ചർ ഒരു രൗദ്ര സ്വഭാവമുള്ള ഒരു ഇനം ചെയ്തപ്പോൾ അതപ്പോൾ എനിക്ക് ഒരു സന്തോഷം ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നണമെന്ന് വെച്ചാൽ 78-77 ഉള്ളിലാണ് തോന്നുന്നു ട്രിവാൻഡ്രത്ത് ഒരു മോഹിനിയാട്ടം കലാമണ്ഡലത്തിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, എൻ്റെയും പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വേറെ ആരും പറയേണ്ട ആവശ്യമില്ല. എന്നെ സംബന്ധിച്ചൊരു സോളോ പ്രോഗ്രാം ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ വിരഹണിയായിട്ടുള്ള ഒരു നായികനെ വർണ്ണത്തിലും പദത്തിലും ചെയ്യുന്നത് എനിക്ക് ബോറടിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ കാലഘട്ടത്തിൽ വേണുഗാനം എന്ന ചെറുശ്ശേരിയുടെ കവിത എടുത്ത് ചെയ്തത്. അപ്പോൾ അതിലൊരു പോർഷൻ വരുന്നത് വണ്ട്, മയില്, മാൻ, ഇങ്ങനത്തെ പക്ഷി മൃഗാദികളിലേക്ക് കാണിച്ചിട്ട് ഒരു ആന പട്ടയൊടിച്ച്
ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ മയങ്ങുന്ന സമയത്ത് സിംഹം വന്നിട്ട് അതിൻ്റെ മസ്തകത്തിലേക്ക് കയ്യോങ്ങുന്ന സമയത്താണ് ഫ്ലൂട്ടിൻ്റെ നാദം കേൾക്കുമ്പോൾ അങ്ങനെ സ്തംഭിച്ചു നിന്ന് പോകുന്നത്. അങ്ങനെ ഒരു പോർഷൻ വന്നപ്പോൾ അവിടെ ഒരു രൗദ്രത, ആ സിംഹത്തിൻ്റെ ആ ഒരു ആക്ഷൻ്റെ ആ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു പോയിന്റിൽ ആ രൗദ്ര ഭാവം വന്നപ്പോഴാണ് അതിനൊരു എതിരഭിപ്രായം ഉണ്ടായത്. അന്നത്തെ കാലത്ത് ടീച്ചർ അത്രയും ചെയ്തു വെച്ചത് കൊണ്ടാണ് പിന്നീട് വരാനുള്ളവർക്ക് അല്ലെങ്കിൽ വന്നിട്ടുള്ളവർക്ക് ഒരു വഴി തെളിഞ്ഞത് എന്നുള്ളത്. ടീച്ചറിൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്കതാണ്, നമ്മൾ വളരെ മനസ്സുകൊണ്ടും ഒക്കെ തളർന്ന് കുറേ വയസ്സായി ആയിരിക്കും ടീച്ചറിൻ്റെ അടുത്ത് ചെല്ലുന്നത്. പക്ഷേ ടോട്ടലി നമ്മളിങ്ങനെ റിജുവനേറ്റഡ് ആവും. അത് വളരെ ശരിയാണ്. തുള്ളി ചാടാൻ തോന്നും. കാരണം എന്താ വെച്ചാൽ ടീച്ചറെ ഇപ്പോൾ ചെന്നൈയിലാണെങ്കിൽ ഒരു വേദിയിൽ സംസാരിക്കാൻ കൊണ്ടിരുത്തില്ല. പിന്നെ ഭാഷയെല്ലാം കടന്ന് ആ ശബ്ദത്തിനും ആ ഇതിലുള്ള ഒരു പോയട്രി നൃത്തത്തിലൂടെ സംസാരിക്കാൻ കഴിയുന്ന ടീച്ചറിന് വേർബലിയും മോഹിനിയാട്ടം ആസ്വദിക്കുന്നത് എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു കോമൺ പഠിക്കാത്തവർക്ക് പറ്റില്ല എന്നുള്ളൊരു ഇതാണ്. ടീച്ചറുടെ ഒരു അവതരണം അല്ലെങ്കിൽ ടീച്ചറുടെ ഒരു ശൈലി എന്ന് പറയുന്നത് തന്നെ ആർക്കും ആസ്വദിക്കാൻ ഓടിയൊരു പാട്ട് പോലെയാ, പാട്ട് കാണുന്നത് പോലെയാ ടീച്ചറിന്റെ. വിശ്വദിവസമായിട്ട് തന്നെ നല്ലോണം പുകഴ്ത്തുന്നുണ്ടല്ലേ. പിന്നെ രാജശ്രീ മോഹിനിയാട്ടം പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും എൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നും ഫീലിംഗ്. കാരണം പഠിച്ചിട്ടില്ലേ ഭരതനാട്യം ഡാൻസറാ, പക്ഷെ ആ അടുപ്പമാണ്. ആ ഒരു അടുപ്പം എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിന് മാത്രമല്ല, അതേപോലത്തെ ഒരു ക്വയറ്റ്നെസ് കുട്ടിക്കും ഉണ്ട് എന്നുള്ള അങ്ങനെയുള്ള ആൾക്കാരായിട്ടായിരിക്കും നമ്മൾ കൂടുതൽ മിങ്കിൾ ചെയ്യുക. ശരിക്കും അങ്ങനത്തെ ആൾക്കാരോട് ഒരു അട്രാക്ഷനും നമുക്ക് ഇഷ്ടവും തോന്നും. അതുകൊണ്ട് രാജശ്രീ സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ എനിക്ക് രാജശ്രീ ഭയങ്കര ഇഷ്ടമാണ്. ടീച്ചറിന് വാസ്തവത്തില് പത്മശ്രീ കിട്ടിയ സമയത്ത് ന്യൂസ് അറിഞ്ഞപ്പോൾ ഉടനെ ടീച്ചറിനെ വിളിച്ചിട്ടാകുമ്പോൾ എനിക്ക് ടീച്ചറിന് ഇപ്പോൾ ഒരു ഉമ്മ തരണം. ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ നമ്മൾ വളരെയധികം വായിച്ചും പെർഫോമൻസസിലൂടെ കണ്ടും ശീലിച്ചൊരു കോൺസെപ്റ്റ് ആണെങ്കിൽ പോലും അതിനെ പുതിയ ഒരു ആംഗിളിലൂടെ കാണാൻ ടീച്ചർ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഒരു കോമൺ ആയിട്ടുള്ള സ്റ്റൈലിൽ വിട്ടിട്ട് വേറെ ഏതെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിക്കുമ്പോഴേക്കും പവിത്രൻ്റെ പടം പോലെ പോകുമെന്ന്. പവിത്രൻ ചിന്തിക്കുന്ന പോലെ പടത്തിന് എങ്ങനെയാണ് സ്റ്റാർട്ടിങ് വേണ്ടത്, എങ്ങനെയാണ് അത് ഉൾത്തിരിയേണ്ടത് എന്നൊക്കെ അങ്ങനെ ചിന്തിക്കേണ്ടത്. എന്നാലും നമ്മളുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കൊല്ലം ഓരോന്ന് ചെയ്യുമ്പോഴും ഞാനും പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ഓരോന്നും നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ആ പഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്? ഇപ്പോൾ സുധകുമാരിയുടെ പാദപ്രതിഷ്ഠ മ്യൂസിക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ പഴയ മോഹിനിയാട്ടം ഇപ്പം നമ്പ്യാരൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ ഇപ്പോൾ വെടി പറഞ്ഞിരിക്കുമ്പോൾ കണ്ട് രസിക്കാൻ മോഹിനിയാട്ടം എന്നുള്ള നിലയിൽ നിന്ന് മോഹിനിയാട്ടത്തിനെ ഏത് ലെവലിലേക്കാണ് ടീച്ചറും അടുത്ത ജനറേഷനുള്ള ആർട്ടിസ്റ്റും എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ടീച്ചറിനെ പോലൊരു ആർട്ടിസ്റ്റാണ് അതിന് തുടക്കമിട്ടത്. അടുത്ത ജനറേഷന് വളരെ അനായാസമായിട്ട് മുന്നോട്ട് പോകാൻ ഒരു പാത ഒരുക്കി കൊടുത്തു. ടീച്ചർ ഈ വിഷുവിന് ടീച്ചറിൻ്റെ സ്റ്റുഡൻസിന്, കേരളം ഒട്ടുക്കുള്ള ടീച്ചറിൻ്റെ സ്റ്റുഡൻസിന് എന്താ പറയാനുള്ളത് ടീച്ചറിന്? എനിക്ക് പത്മശ്രീ കിട്ടിയതിൻ്റെ ഒരു സന്തോഷം കൂടി എനിക്കുണ്ട്. അത് കാരണം കൊണ്ട് ഈ പത്മശ്രീ കിട്ടിയ ഈ എൻ്റെ വിഷുവിന് എൻ്റെ സ്റ്റുഡൻസിനും ബാക്കിയുള്ള എല്ലാ കലാകാരന്മാർക്കും ഞാൻ എൻ്റെ വിഷു ആശംസകൾ നേരെയാണ്. കൂടാതെ അമൃത TV പ്രേക്ഷകർക്കും എൻ്റെ വിഷു ആശംസകൾ. നന്ദി, നമസ്കാരം. തത്താരേ തത്തരേ കെട്ട ദിമ്മി ദിമ്മിട പുറതാരേ ദിത്താരേ ദിത്തരേ കെട ദിമ്മി ദിമ്മിട പുറതാരേ താരേ തഗ താരേ തഗ തഗ താരേ താരേ തഗ താരേ തഗ തഗ. നൃത്തരംഗത്തെന്ന് മാത്രമല്ല ഏത് രംഗത്താണെങ്കിലും കഠിനാധ്വാനവും ആത്മവിശ്വാസവും പ്രവൃത്തിയിലുള്ള വിശ്വാസവുമാണ് ആ രംഗത്തെ പുരോഗതിക്കുള്ള നമ്മുടെ വഴി എന്നാണ് ക്ഷേമാവതി ടീച്ചർ പറഞ്ഞു തരുന്നത്. അതുതന്നെയാവട്ടെ ഇത്തവണ കേരളത്തിലെ എല്ലാ നർത്തകർക്കുമുള്ള വിഷു ആശംസകളും.